ഓം നമോ ഭഗവതേ വാസുദേവായ. എന്തടോ വിധാതാവേ നിന്നുടെ മനക്കാമ്പിൽ എന്തു തോന്നിയതെന്നോടേതുമൊന്നറിയാതെ സഞ്ചരിച്ചിവിടെ നിന്നഞ്ചാത കളിച്ചിടും ചഞ്ചലാത്മാവാം ബാലൻ നഗതി തന്നോടേവം വഞ്ചന കാട്ടിടുവാൻ എന്നോടൊന്നിച്ചു പോന്ന കുഞ്ചുകളെയും പശുക്കളെയും കൂടാതെ ഞാൻ മണ്ടിപ്പോയി ചെല്ലുന്നേരമമ്പാടി തന്നെയുള്ളോരിണ്ടൽ കൊണ്ട് അഴവതും എന്നെ കോലെടുത്തമ്മ സംപ്രതി ദണ്ണിച്ചു ബന്ധിച്ചു തല്ലിയിടുന്നതും സംപ്രമോദേന കണ്ടുകൊള്ളാമെന്നല്ലീ നീ ചിന്തിച്ചതതു എനിക്ക് ഈശ്വരൻ തുണയല്ലോ. ചിന്തിച്ചിലൊരു ദോഷമാരോടുമേതും ഞാനോ വമ്പരാം വൃദ്ധന്മാരായുള്ള സമ്പ്രദായികൾ അൻപു കൂടാതെ ദുരം ബാലകന്മാരോടേവം വൻകളി തുടങ്ങിയാൽ അന്ധരാം കുമാരന്മാർ ശങ്കിച്ചു നിൽക്കേണ്ടവർ എന്തു ചെയ്വതു പിന്നെ? സങ്കടം അതുകൊണ്ടില്ലാർക്കുമെന്നതും എന്നാൽ പങ്കയാസനാ ഭവാൻ സന്തോഷിച്ചാലും മേന്മേൽ നിൻകളി കളിക്കയാൽ എൻ കളി കളിപ്പതിനങ്കുരിച്ചിതു മഹാവൈഭവം എനിക്കേറ്റം. തൽപ്രഭാവത്തെ കണ്ടിട്ടുൾപ്രസാദത്വം പോണ്ട് നിൽപ്പോരു ഭവാനുള്ള ദർപ്പങ്ങളെല്ലാം തീർന്നു. ഭക്തി ചേർന്നഴും തവ ഭക്തി വിശ്വാസം കണ്ടു ഭക്തവത്സലനായ ഞാൻ ഏറ്റം പ്രസാദിച്ചേൻ. ചിത്താപേക്ഷകൾ ഭവാൻ എന്തെന്നാൽ അവയെല്ലാം ഒത്തവണ്ണമേ ഭവിക്കുന്ന അനുഗ്രഹിക്കുന്നേ. ഭദ്രാംഗിയായുള്ളൊരു വിദ്യയോടൊരുമിച്ച് വിദ്യാഭ്യാസവും ചെയ്ത് മദ്രൂപധ്യാനത്തെയും ചിദ്രൂപത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ടു ആനന്ദനാ വിഭ്രുതം മലസാതെ സത്യലോകം പ്രാപിച്ചു സൃഷ്ടിവേലയും ചെയ്തു തുഷ്ടനായിരുന്നാലും സൃഷ്ടാവേ ഭവാനും മന്മായാ വൈഭവം കൊണ്ടു ബദ്ധപ്പാടുണ്ടായത് കുറ്റമല്ലേതും. നിന്റെ ബദ്ധപ്പാട് ഉണ്ടാകാനായി അനുഗ്രഹിക്കുന്നേൻ. ഭവാനും മന്മായാ വൈഭവം കൊണ്ടു ബദ്ധപ്പാടുണ്ടായതു കുറ്റമല്ലേതും. നിന്റെ ബദ്ധപ്പാടുണ്ടാകായ്വാനായി അനുഗ്രഹിക്കുന്നേ. സിദ്ധിക്കും ഇനി
സർവസിദ്ധികൾ ഭവാൻ എല്ലാം പോയാലും ഇനിയെങ്കിലും എന്നു യാത്രയും അയച്ചായർവോൻ മകൻ നിൽക്കും നേരത്തു വിരിഞ്ചനും പാദധാരിണകളിൽ വീണുടൻ നമസ്കരിച്ചു ആദിനായകൻ തന്നെ ധ്യാനിച്ചു പിരിയാത ബാല പെൺമണവാളൻ പോന്നിയാലയം പ്രാപിച്ച് ആലംബിച്ചിരുന്നരുളിടിനാൻ സഭാന്തരേ. ഗോകുലത്തെയും ബാലന്മാരെയും കണ്ടുകൊണ്ടു ശ്രീകൃഷ്ണൻ നദീതീരത്ത് ഒരാണ്ടായപ്പോൾ ചെന്നാൻ ബാലന്മാരകതാരിലിറങ്ങിയിലേകക്ഷണകാലം നാഥനെ കാണാഞ്ഞാൽ ഒരു സംവത്സരം പോലെ തോന്നിയിടും അവർക്ക് ഏകവത്സരം ചെന്ന കാലം അങ്ങൊരു മാത്രാകാലമെന്നതുപോലെ മനസ്സേ തോന്നിക്കൊണ്ട് അതെന്തോരത്ഭുതം സർവമാനസ വിമോഹിനിയല്ലയോ മഹാമായ.